നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രവാസി ഭാരതി റേഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ട് 8 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഈ 8 വർഷങ്ങൾ കടന്നു വന്ന വഴികൾ എന്തൊക്കെയായിരുന്നു, പ്രതിബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്തു എന്നൊക്കെ വളരെ വിശദമായി സംസാരിക്കാൻ ഇപ്പോൾ നമുക്കൊപ്പം പ്രവാസി ഭാരതിയുടെ MD ശ്രീ കെ ചന്ദ്രസേനുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ലക്കത്തിൽ പ്രവാസി ഭാരതി റേഡിയോ 810 AM തുടങ്ങിയതും അതിന് തുടക്കത്തിൽ തന്നെ നേരിട്ട ചില പ്രശ്നങ്ങളുമൊക്കെ വളരെ വിശദമായി നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ബാക്കി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളിലേക്കും ഇപ്പോഴുള്ള പ്രേക്ഷകരിലേക്കും എത്തിക്കണം. 810 AM തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു പ്രശ്നം, വലിയൊരു പ്രോജക്റ്റാണ് സാറ് കൊടുത്തത്. പക്ഷെ അത് ആദ്യമേ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ടായി. ആ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ട് തന്നെയാണ് 810 AM ശ്രോതാക്കളിലേക്ക് എത്തിയത്. ഇപ്പം ഏതൊരു പദ്ധതിയും ഏതൊരു പ്രോജക്റ്റും തുടങ്ങുന്ന സമയത്ത് അതിന് ഒരു ആശയം ഉണ്ടാവും, അതിനൊരു പ്രധാനപ്പെട്ട ഒരു ആശയവും അതുപോലെ തന്നെ ഒരു സംവദന രീതിയൊക്കെ ഉണ്ടാവും. പ്രവാസി ഭാരതി മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? പ്രവാസി ഭാരതി മുന്നോട്ട് വെച്ചത് വളരെ സുവ്യക്തവും എന്നാൽ ജനങ്ങൾക്ക് ഗുണകരവുമായ ഒരു പോളിസി തന്നെയാണ്. നമ്മുടെ റേഡിയോ ഒരു യൂട്ടിലിറ്റി റേഡിയോ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ യൂട്ടിലിറ്റി റേഡിയോ എന്നൊരു പ്രയോഗം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ശ്രീനാഥ് നായർ സാറിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മൾ മുമ്പ് FM നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്. ആ വാക്ക് തന്നെയാണ് ഞാനെടുത്തത്, യൂട്ടിലിറ്റി റേഡിയോ. ഗൾഫിൽ പ്രത്യേകിച്ചും, കാരണം ഗൾഫിൽ ബഹുഭൂരിപക്ഷം വരുന്നത് സാധാരണക്കാരാണ്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റേഡിയോ. ഗൾഫ് എന്ന് പറയുമ്പോൾ UAE മാത്രമല്ല, ഞാൻ 6 GCC രാജ്യങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു. അതിൽ സൗദി അറേബ്യ എന്ന രാജ്യത്തെ മുഴുവൻ കവർ ചെയ്യുന്ന ഒരു റേഡിയോ ടെക്നോളജി വരില്ല. അത്ര വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ 1/4 ഭാഗത്തോളം വിസ്തൃതി. അതെ, അപ്പോൾ അത് അങ്ങനെ ഒരു സാങ്കേതികത്വം ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു റിയാദ് വരെ കിട്ടുന്ന റേഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ 200 കിലോവാട്ടിൽ മുറുകെ പിടിച്ചത്. ആ 200 കിലോവാട്ട് പ്രസരണശേഷിയിൽ ഒരു ട്രാൻസ്മിറ്റർ തരാൻ കെൽപ്പുള്ളത് അബുദാബിക്ക് മാത്രമേ പറ്റൂ. അതാണ് അതിലെ പ്രത്യേകത. വേറെ ഒരു എമിറേറ്റിനും പറ്റില്ല. ദുബായിക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും. ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി AM ഫ്രീക്വൻസി ഓഫ് ദെയർ ഓൺ. അവർക്ക് AM ഫ്രീക്വൻസി ഇല്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. UAE ഒരു AM റേഡിയോ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒന്നുകിൽ അത് അബുദാബിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ റാസൽ ഖൈമയിൽ നിന്നായിരിക്കും. ഈ 2 എമിറേറ്റുകൾക്ക് മാത്രമേ AM ഫ്രീക്വൻസി സ്വന്തമായിട്ടുള്ളൂ. അതിലൊരു 200 കിലോവാട്ട് പ്രസരണശേഷിയുടെ പെർമിഷൻ കിട്ടണമെങ്കിൽ അബുദാബിയെ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അബുദാബി പോയത്. മനസ്സിലായി. പക്ഷേ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ അത് കുറച്ച് സയൻസ് അറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഫ്രീക്വൻസിയുടെ ബാൻഡ് വിഡ്ത്ത് 18 kHz ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് നമുക്ക് 9 kHz ആയി ഒതുങ്ങിപ്പോയി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് DRM വെക്കാൻ സ്ഥലമില്ല. DRM ട്രാൻസ്മിറ്ററിന് വേണ്ടി നമ്മൾ 1 മില്യൺ മുടക്കുകയും ചെയ്തു. പക്ഷേ DRM വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്നപ്പോൾ പകല് AM രാത്രി DRM ഓക്കി. അങ്ങനെയാണ് രാത്രി 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഈ പ്രക്ഷേപണം DRMൽ കേൾക്കാമെന്നൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് DRM റേഡിയോ ഉള്ളവർക്ക് കേൾക്കാം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. പോളിസി എന്താണെന്നാണ് ഇപ്പോൾ അനീഷ് ചോദിച്ചത്. പോളിസി എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്ത് വസിക്കുന്ന, ഗൾഫിലെ 6 GCC രാജ്യങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുക. അവൻ്റെ ദുഃഖവും സന്തോഷവും അറിവും പകർന്നു കൊടുക്കുക. നമ്മൾ 1 മണിക്കൂർ പരിപാടി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പരിപാടി പ്രക്ഷേപണം ചെയ്താൽ ആ അരമണിക്കൂർ പരിപാടി വെദർ ഇറ്റ് ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ് ഓർ മറ്റൊരു ഇൻഫോർമേറ്റീവ് പ്രോഗ്രാം ആയാലും അതിനകത്തുകൂടി ഇൻഫർമേഷൻ്റെ, അറിവിൻ്റെ ഒരു ചെറിയ സംഗതി ചുരുട്ടി കൊടുക്കുക. അതായത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്ന വാക്ക് ഇറ്റ് ഈസ് വെരി കോമൺ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആ വാക്കെടുത്ത് ഉപയോഗിക്കുന്നത്. ഇൻഫോർടൈൻമെൻ്റ് ആണ്, പക്ഷെ എന്നിരുന്നാലും ഗൾഫിലുള്ള സാധാരണക്കാരന് അറിവ് കൊടുക്കുക. മനസ്സിലായില്ലേ? അവന് ആരോഗ്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവ് കൊടുക്കുക. കാരണം ജോലി ചെയ്ത് ക്ഷീണിച്ച് ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ് ഗൾഫ് സമൂഹം. നമ്മളിപ്പോഴത് അറിയുന്നില്ല എന്നുള്ളതാണ്. നിയമസംബന്ധമായിട്ടുള്ളത്, നാട്ടിൽ നടക്കുന്ന പ്രവാസികൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അത്തരം സംഗതികളെ സംബന്ധിച്ചുള്ള എല്ലാ അറിവും കൊടുക്കത്തക്ക തരത്തിൽ. എന്നാൽ ഒപ്പം അവരെ എൻ്റർടൈൻ ചെയ്യും വേണം. അവരുടെ ഒരു പിരിമുറുക്കമുള്ള ആ ഒരു ലൈഫിൽ നിന്ന് മാറി അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണം. അവർക്ക് കൂടി പ്രാതിനിധ്യം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം എന്ന് മാത്രമല്ല, അവർക്ക് കൂടി ഇതിനകത്ത് പ്രാതിനിധ്യം വരണം. അവർക്കൊരു റോൾ ഉണ്ടാവണം. ഇപ്പോൾ റേഡിയോ അങ്ങനെയല്ലല്ലോ. നീ റേഡിയോ പോലെ സംസാരിക്കുന്നു കളിയാക്കാറ്. റേഡിയോ എപ്പോഴും വൺ വേ ആണ്, വൺ സൈഡഡ് മാത്രമാണ് റേഡിയോ. അവർ റേഡിയോ പറയുന്നത് നമ്മൾ കേൾക്കും. പ്രവാസി ഭാരതി അങ്ങനെ ആയിരുന്നില്ല. പ്രവാസി ഭാരതിയിൽ എന്ത് പ്രോഗ്രാം വേണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, ജനം തീരുമാനിക്കും. അവർക്ക് അതിൻ്റെ അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടായോ എന്ന് അനീഷ് ചോദിച്ചാൽ അതുകൊണ്ടൊരു പരിധിവരെ നമുക്ക് ദോഷമുണ്ടായി എന്നാണ് പറയാം, സത്യസന്ധമായി പറഞ്ഞു. പക്ഷേ എന്നിട്ട് അതിൽ എനിക്ക് ദുഃഖമില്ല. ഇപ്പോഴും സാധാരണക്കാരനാണ് നമ്മൾ റേഡിയോ ഓർമ്മിക്കുന്നത്. നമ്മൾ പകർന്നു കൊടുത്ത അറിവുകൾ ഒരുപാട് ജീവിതങ്ങളെ പച്ചപിടിപ്പിച്ചിട്ടുണ്ടെന്ന് സധൈര്യം പറയാൻ നമുക്ക് പറ്റും. പ്രവാസി ഭാരതിയുടെ ടെറസ്ട്രിയൽ റേഡിയോ നിന്നുപോയി, പ്രവാസി റേഡിയോ പൂട്ടി,
ചന്ദ്രസേന ഓടി എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. വലിച്ച് തീർന്നില്ല, കേബിൾ വലിച്ച് തീർന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പകർന്നു കൊടുത്തൊരു അറിവ് ഇപ്പോഴും അവരുടെ ജീവിതത്തെ പിന്നെ വളരെ സുരക്ഷിതമായി പോകാത്തക്ക തരത്തിൽ അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോളിസി എന്താണെന്ന ചോദ്യത്തിന് ഒരു യൂട്ടിലിറ്റി റേഡിയോ, ഒരു ഇൻ്ററാക്റ്റീവ് റേഡിയോ, അവിടെ വേറെ ജാടകളില്ല, ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ ഇതിലൂടെ അനുബന്ധമായി പറഞ്ഞോട്ടെ. ചില റേഡിയോ സ്റ്റേഷനുകളിലൊരു ശ്രോതാവ് വിളിക്കുമ്പോൾ ആ ശ്രോതാവിൻ്റെ വിദ്യാഭ്യാസം, ഇതിന് ആ ശ്രോതാവിൻ്റെ പേര് വരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ അവസരം കൊടുക്കുള്ളൂ. ഇവിടെ കേരളത്തിൽ പോലും നിർബന്ധിച്ചാൽ ഞാൻ റേഡിയോയുടെ പേര് പറയാൻ തയ്യാറാണ്, എനിക്ക് പേടിയില്ല. അവർ വിളിക്കുന്ന ആരാണ് വിളിക്കുന്നത്? ഞാൻ ശാന്തയാണ്, കട്ട് ചെയ്യും. അവരെ അതിനകത്ത് കേൾപ്പിക്കില്ല. ശാന്ത, ഇറ്റ് ഇസ് ആൻ ഓൾഡ് നെയിം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ സ്മിതയാണ്. അവരെ സ്വാഗതം ചെയ്യും. അത്തരത്തിലൊരു റേഡിയോ സംസ്കാരം കേരളത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്, ഗൾഫ് രാജ്യത്ത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഞാനൊരു അറബി വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോഴും ആ മനുഷ്യനോട് സ്നേഹത്തോടെ സംസാരിച്ച ഒരേ ഒരു റേഡിയോ ഉള്ളൂ, അത് പ്രവാസി ഭാരതിയാണ്. മനസ്സിലാക്കണം. എന്നെ അതിൻ്റെ പേരിൽ കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരുണ്ട്. ഞാൻ തുടർന്നുള്ള അധ്യായങ്ങളിൽ പറയാം. സാധാരണക്കാരൻ്റെ റേഡിയോ എന്ന രൂപത്തിലേക്ക് നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടത് മാർക്കറ്റിൽ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ സാധാരണക്കാരന് ഇപ്പോഴും അറിയില്ല. മനസ്സിലായി, ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ റേഡിയോ, അത് സാധാരണക്കാരന് കൂടി പ്രാതിനിധ്യം നൽകുന്ന റേഡിയോ, ഗൾഫിൽ മുഴുവൻ എത്രത്തോളം വ്യാപിപ്പിക്കാൻ പറ്റും അത്രത്തോളം വ്യാപിപ്പിക്കുന്ന റേഡിയോ, അതായിരുന്നു പ്രവാസി ഭാരതി. അതിൻ്റെ ഒരു സംശയമാണ്, ഈ അടിസ്ഥാന വർഗത്തിലുള്ള ഒരാൾ, ലേമാൻ എന്ന് നമുക്ക് പറയാം, കോമൺ മാൻ എന്നും പറയാം, ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ റേഡിയോയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സമൂഹത്തിൽ കിട്ടുന്ന ഒരു വെയിറ്റും കൂടെയാണ്. കാരണം ഞാൻ പ്രവാസി ഭാരതിയിലെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് പറയാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു കാര്യം കൂടിയാണ്. മറ്റ് റേഡിയോകളിൽ ആ ഒരു അവസരം കിട്ടണമെന്നില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ റേഡിയോയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് തിരിച്ച് റേഡിയോയ്ക്ക് കിട്ടുന്നില്ലെന്നാണോ? കിട്ടുന്നില്ല, ഉറപ്പായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അബുദാബിയിലെ വളരെ പ്രമുഖമായ ഒരു കമ്പനി എൻ്റെ മാർക്കറ്റിംഗുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ ചോദ്യം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എനിക്കതിൽ വിഷമമില്ല, പക്ഷേ മനുഷ്യൻ ഇത്രയേ വളർന്നുള്ളൂ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ റേഡിയോ കേൾക്കുന്നത് കൂടുതലും ഡ്രൈവർമാരല്ലേ, ഞങ്ങൾ എന്തിനും നിങ്ങൾക്ക് പരസ്യം തരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അബുദാബിയിലെ ഒരു പ്രമുഖമായ എക്സ്ചേഞ്ചാണ് അങ്ങനെ ചോദിച്ചത്. മനസ്സിലായി? ഇത് കേൾക്കുന്നത് കൂടുതലും ഡ്രൈവർമാരല്ലേ എന്ന്. വണ്ടി ഓടിക്കുന്നവരെല്ലാം ഡ്രൈവറാണ്, ഞാൻ ഡ്രൈവറാണ്, നിങ്ങൾ ഡ്രൈവറാണ്, ഈ എക്സ്ചേഞ്ചിൻ്റെ മാനേജർ ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്നവരാണ്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം മറന്നുപോയി, ഈ എക്സ്ചേഞ്ച് വഴി നാട്ടിലേക്ക് പണം അയക്കുന്ന ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരനാണ്. മനസ്സിലാക്കണം. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാർക്കറ്റിംഗുകാരും എന്നോട് പറഞ്ഞു, സാർ ഇതുപോലെയാണ് ചോദിച്ചത്, അപ്പോൾ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണോ? ഞാൻ നിങ്ങൾ മാറ്റിപ്പിടിച്ചോ, മറ്റേതെങ്കിലും നിലയത്തിൽ പോയിട്ട്. ഇവിടെ നമ്മൾ മാറ്റിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇത് സാധാരണക്കാരന് വേണ്ടിയുള്ള റേഡിയോ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് വേറൊരു റേഡിയോ അല്ല, വേറിട്ടൊരു റേഡിയോ എന്ന് പറഞ്ഞത്. നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചില പുറമ്പോക്കായിരിക്കും, ആ പുറമ്പോക്കിലാണ് നമ്മൾ റേഡിയോ വെച്ചത്. ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് വരും, അതുകൊണ്ട് എന്നിട്ട് നിൻ്റെ റേഡിയോ പൂട്ടിയതെന്ന്. അതുകൊണ്ടല്ല പൂട്ടിയത്, അതുകൊണ്ടല്ല നമ്മുടെ ടെറസ്ട്രിയിൽ നിന്ന് പോയി, ഇതുകൊണ്ടൊന്നുമല്ല. നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഒരു വർഗീകരണം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യത്തും ഉണ്ട് പാവപ്പെട്ടവനും പണക്കാരനും വേർതിരിവ് വളരെ സ്പഷ്ടമായിട്ടുണ്ട്. റേഡിയോയിലും ഉണ്ട്, ഒരുപാടുണ്ട്. ഇംഗ്ലീഷിൽ മാത്രം പറയുന്നവരെ മാത്രം പങ്കെടുപ്പിക്കുന്നവർ നമ്മൾ ഈ സാധാരണക്കാരൻ സംസാരിക്കുമ്പോൾ ആ സാധാരണക്കാരൻ്റെ ഭാഷ നമ്മുടെ ഒരു പ്രക്ഷേപകൻ്റെ ഭാഷ പോലും അത്രത്തോളം സംസ്കരിക്കപ്പെട്ടതാവില്ല. അവൻ്റെ ഭാഷയിൽ തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും, പ്രാദേശിക ഭേദങ്ങളുണ്ടാവും. അത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ അറിയുകയും ചെയ്തത്. പക്ഷേ എന്നിട്ടും നമ്മൾ ആർക്ക് വേണ്ടി നിലകൊണ്ടോ അവർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ഖേദകരമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കമൻറ്റ് വരുന്നത്, ഇതുവരെയും കണക്ട് ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഈ ലേമാനാണ്. അപ്പം അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചോദിക്കുന്നത്. പക്ഷെ നമുക്കൊരു എന്ന് വെച്ചുകൊണ്ട് നാട് നന്നാക്കാൻ വേണ്ടിയാണോ നമ്മൾ ഈ കോടികൾ മുടക്കിയത്? അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കൊമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനല്ലേ? തീർച്ചയായിട്ടും ഇതൊരു കൊമേഴ്സ്യലാണല്ലോ. കാരണം കൊമേഴ്സ്യലായി തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു മാധ്യമം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള കൃത്യമായൊരു പോളിസി നമുക്കുണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഈ പ്രാദേശിക ഭാഷ വകഭേദങ്ങളൊക്കെ ഒരുപാട്, ഇപ്പം നമ്മുടെ തന്നെ നടുത്തളം പരിപാടിയിലൊക്കെ ഞാനത് ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ ഒരു മാധ്യമം എന്ന നിലയിൽ ആ മാധ്യമം സൂക്ഷിക്കേണ്ട ഒരു ഭാഷയുണ്ടല്ലോ,
ഒരു ഭാഷാ സംസ്കാരം കൂടി ഉണ്ടല്ലോ. അപ്പം നമ്മുടെ തന്നെ നല്ല മലയാളം പോലെയുള്ള പരിപാടികളിലൂടെ നമ്മളത് ചെയ്ത് കാണിച്ചതാണ്, ചെയ്ത് കേൾപ്പിച്ചതുമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഭാഷ, ഈ റേഡിയോ എന്ന് പറയുന്ന ഒരു കാര്യം സെറ്റ് ചെയ്യുമ്പോൾ, പ്രവാസി ഭാരതി റേഡിയോ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ആ റേഡിയോ തുടങ്ങുന്ന സമയത്ത് റേഡിയോയിൽ കൂടെ എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ വേണം, റേഡിയോയുടെ അവതാരകർ എന്തായിരിക്കണം, അങ്ങനെ ഒരു ആശയം കൂടി, അതിനെന്തെങ്കിലും റോൾ മോഡലായിട്ട് മുമ്പിലുണ്ടായിരുന്നോ അതോ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രീതിയായിരുന്നോ? വളരെ കുഴപ്പിച്ച ചോദ്യമല്ല, അല്ല, വളരെ യുക്തിസഹമായ ചോദ്യമാണ്. അവിടെയും ഒരുപാട് വിഷമങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. ഈ സംസാരിക്കുന്ന എല്ലാവരും മാധ്യമങ്ങൾ അല്ലെ മാധ്യമ പ്രവർത്തകരെ പോലെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാരൻ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരംകാരൻ സംസാരിക്കുന്നതും കാസർഗോഡ് സംസാരിക്കുന്നത് രണ്ടാണ്. ഇത് രണ്ടും ഉൾക്കൊള്ളാൻ മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം. അത് രണ്ട് അംഗീകരിക്കാൻ, അത് രണ്ടും എല്ലാം അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. അവൻ നമുക്ക് പകർന്നു നൽകുന്ന അവൻ്റെ ഭാഷയിലെ സ്നേഹം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ആ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന് പൊതുവായൊരു ഭാഷാബോധം വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും അതിൽ വളരെ കണിശക്കാരനുമാണ് ഞാൻ. അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ അവതാരകരുമായി പലപ്പോഴും എനിക്ക് ഏറ്റുമുട്ടേണ്ടിയും വന്നിട്ടുണ്ട്. മനസ്സിലായി, പിള്ളേരെന്നെ വിളിച്ചിരുന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടുണ്ട്. അറിയാൻ പറ്റില്ല, കാരണം അത് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷ സംശുദ്ധമായിരിക്കണമല്ലോ. നമ്മളിൽ നിന്നല്ലേ ഒരു ഭാഷ പഠിക്കുന്നത്. ഞാൻ തെറ്റായിട്ട് ഭാഷ ഉപയോഗിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലേ. ഭാഷ ഇത്രയും വികലമാക്കപ്പെടുന്ന മറ്റൊരു മാധ്യമമില്ല സോഷ്യൽ മീഡിയ പോലെ. അത് പറ്റില്ല. ഭാഷ സംശുദ്ധമായിരിക്കണം. അത് ഭാഷ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ആ ഭാഷയ്ക്ക് ചില മലയാള ഭാഷ ഉപയോഗിക്കത്ര എളുപ്പമല്ല, അത് മനസ്സിലാക്കണം. മലയാളത്തിലെ 10 വാക്കുകൾ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമ പ്രവർത്തകർ ആ 10 വാക്കുകൾ കൃത്യമായിട്ട് പറയും. നമ്മുടെ ഇവിടെ ഓഡീഷന് വന്ന പലരും പ്രവാസി ഭാരതി എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. പ്രവാസി ഭാരതി, ഭാ എന്ന അക്ഷരം തന്നെ കൃത്യമായിട്ട് ഉച്ചരിക്കില്ല. ഭാര്യ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും ഭാര്യയല്ലേ, ചിലർക്ക് ഭാര്യയല്ലേ. റേഡിയോയിൽ ഇത് പറ്റുമോ? എൻ്റെ കുറ്റമാണോ? പറ്റില്ല. അത് പ്രവാസി ഭാരതി എന്ന് തന്നെ ഉച്ചരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ല. ഭാഷയുടെ കാര്യത്തിൽ കൃത്യമായി അതെനിക്ക് കിട്ടിയത് ആകാശവാണിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങാണ്. ഞാനൊരു ആകാശവാണിക്കാരനാണല്ലോ. 1983 മുതൽ 2002 വരെ ആകാശവാണിയിൽ കാഷ്വലായും പെർമനൻ്റായും അനൗൺസറായും റേഡിയോ മാവനായും എഴുത്തുപെട്ടി ചേട്ടനായും നാടക സംവിധായകനായും ഒക്കെ ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ഭാഷയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയത് ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി സ്കൂളാണ്. ആണ്, യാതൊരു സംശയമില്ലല്ലോ. അത് തീർച്ചയായിട്ടും പ്രവാസി ഭാരതിയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത പലരിലേക്ക് ഞാനത് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ചിലരൊക്കെ അത് ഹാസ്യമായി തള്ളിയിട്ടുണ്ട്, ചിലരൊക്കെ ഇയാൾക്ക് വേറെ ജോലിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. നമ്മളിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മലയാള ഭാഷ ഒരു ക്ലാസിക് പദവി നേടിയ ഈ കാലത്ത് തീർച്ചയായിട്ടും ആ ഭാഷയെ ബലപ്പെടുത്തേണ്ടത് നമ്മളെപ്പോലെ മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ്. ഭാഷയുടെ കൃത്യമായ ഉപയോഗം, കൃത്യമായ പ്രയോഗം ഇക്കാര്യത്തിൽ ഇപ്പോഴും കുറച്ച് കർക്കശക്കാരൻ തന്നെയാണ് ഞാൻ. അല്ല, നമ്മുടെ പരിപാടികളിലും ആ പ്രയോഗങ്ങൾ കൃത്യമായിരുന്നു ഇല്ലേ? അല്ല, പരിപാടികളിൽ മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി എടുത്ത പേരുകളിൽ നടുത്തളം. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ പോലും നമ്മളെ ഒരു ടൈറ്റിലിനെ നമ്മളെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നമ്മളിട്ട എല്ലാ ടൈറ്റിലുകളും വളരെ ഭാഷയെ പരിപോഷിപ്പിക്കുന്നതും വളരെ പോസിറ്റീവായ സംഗതി നൽകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നടുത്തളം നിങ്ങൾ അവതരിപ്പിച്ച, നിങ്ങൾ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു ഇതാണ് നടുത്തളം. ആ നടുത്തളത്തിന് ആ പേര് നമ്മൾ കൊടുത്തത് തീർച്ചയായിട്ടും രാഷ്ട്രീയ വാഗ്വാദത്തിൻ്റെ മാമാങ്കമണപ്പുറം. മനസ്സിലാക്കണം. അപ്പം നമ്മളിത് മഹത്തരമെന്ന് പറയല്ല, പക്ഷെ അതിനകത്തൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുന്ന ഒരു തൊഴിലാളിക്ക് നമ്മൾ കൊടുത്തൊരു പ്രോഗ്രാമിനിട്ടിരിക്കുന്ന പേര് ഉത്തിഷ്ഠത ജാഗ്രത എന്നാണ്. അതിൻ്റെ അർത്ഥം എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരു മനുഷ്യൻ പോലും ആ ഒരു പേരിൻ്റെ അർത്ഥം എന്തായിരുന്നു നിങ്ങളതുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയ്ക്കിട്ട പേരല്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരും നമ്മളും കൂടിയാലോചിച്ച് 10-50 പേരുകൾ എഴുതി വെട്ടി അത് താളാത്മകമാക്കി എടുത്ത പേരുകളാണ്. പെട്ടെന്നൊരു പേരിട്ടല്ല അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ സിനിമകളിൽ പോലും പേരിൽ ശ്രദ്ധിക്കുന്ന കൂതറ എന്ന് പറഞ്ഞ സിനിമയില്ലേ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ സിനിമയിലാണ് അഭിനയിച്ചെന്നിരിക്കട്ടെ, ആരാണ് ചന്ദ്രസേന കൂതറയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് ക്രെഡിറ്റാണോ അതോ മോശമാണോ നല്ലതാണോ? അങ്ങനെ ഒരു പേര് മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരിടോ? MD എഴുതിയൊരു സിനിമയ്ക്ക് ആ ഒരു പേരിട്ട് നമ്മൾ സഹിക്കുമോ? ഇല്ല. ഒരു വടക്കൻ വീരഗാഥ, ആ പേരിലില്ലേ ഒരു ഗരിമ? ഇല്ലേ? അതെല്ലാം മലയാള ഭാഷയ്ക്ക് വേണ്ടേ? നമ്മളും അത്രയേ പറഞ്ഞുള്ളൂ, വേറെ നമ്മൾ പറഞ്ഞില്ല. നമ്മളെ പരിപാടിക്ക് ഉത്തിഷ്ഠത ജാഗ്രത, അതുപോലുള്ള നല്ല പേരുകൾ, നല്ല മലയാളം, സ്മൃതികൾ, ശ്രുതികൾ, ഇതൊക്കെ ആ കാലത്തിനൊത്തുള്ള പേരല്ല, എന്നും നിൽക്കുന്ന പേരുകളാണ്. മാത്രമല്ല, നമ്മുടെ
കുറ്റപത്രം അതിന് പോലും ക്രൈം വാർത്തകൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന് പോലും നമ്മളിട്ട പേര് മഹസർ എന്നായിരുന്നു. അതെ, അതിനപ്പുറം ഒരു പേര് അതിന് കൊടുക്കാനില്ല. ഇല്ല. ചിലപ്പോൾ മറ്റു മാധ്യമങ്ങളിൽ ഈ പേര് പിന്നീട് വരുക, അതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റു മാധ്യമങ്ങളിൽ വന്ന ഒരു പേര് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ പേരുകൾ പലതും പിന്നീട് വന്നിട്ടുണ്ട്. മാത്രമല്ല മഹസർ എന്നുള്ളത് കോമൺ പേരാണ്. അല്ല, നമ്മുടെ അതേ പേര് തന്നെ ഇപ്പോൾ പല ടെലിവിഷൻ ചാനലുകളിൽ പിന്നീട് ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ പേരുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പേരുകളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുത്ത, നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. അപ്പോൾ ഈ പേരുകൾ പലതും നിർദ്ദേശിച്ചത് പലരായിട്ടാണ് നിർദ്ദേശിച്ചത്. അതിനെല്ലാം നമ്മൾ വിശകലനം ചെയ്താണ് പേരെടുത്തത്. ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം പ്രവാസി ഭാരതി നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര തരത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല കേട്ടോ. നിർഭാഗ്യവശാൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ ഓരോ പരിപാടികളിലും, റേഡിയോ ആയിരുന്ന സമയത്ത് ഓരോ പരിപാടികളിലും പോകുന്ന തെറ്റുകൾ പോലും നമ്മളിങ്ങനെ ഓരോ ദിവസവും കൃത്യമായി നോക്കി വിലയിരുത്തി തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ട്, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ അവതാരകരിൽ എല്ലാവരും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നില്ല. ഇപ്പം അടുത്ത ഗാനം കേൾക്കാം, അല്ലെങ്കിൽ അടുത്ത ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. അപ്പം ഞാൻ പറയാറുണ്ട്, പാടിയിരിക്കണ്ട, പാടിയത് യേശുദാസ് എന്ന് മതി, അതാണ് അതിൻ്റെ ശരി. പക്ഷെ കുട്ടികൾ പലരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതുപോലെ വാർത്തയിലും സംഭവിച്ചിട്ടുണ്ട്, മരിച്ചിരുന്നു. ഇരുത്തണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ കാര്യമില്ല. അപ്പം ഭാഷ വളരെ കാച്ചിക്കുറുക്കിയ രൂപത്തിൽ എങ്കിലേ അതിനൊരു അട്രാക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ ഈ ഭാഷയുടെ തെറ്റൊഴിവാക്കുക മാത്രമല്ല ചെയ്തത്. അങ്ങനെ തെറ്റൊഴിവാക്കാൻ നമ്മളൊരു ഭാഷാ പണ്ഡിതനൊന്നും അല്ലല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ഗരിമയുണ്ട്, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, അതിൻ്റെ ഒരു കേൾക്കാനൊരു സുഖമുണ്ട്, ഒരു താളം ആ രൂപത്തിൽ കിട്ടണം. ആ ഒരു താളാത്മകമായി ആ ഭാഷയെ നമ്മൾ ഉപയോഗിക്കണമെന്ന് എങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കേൾവിക്കാരൻ്റെ മനസ്സിലേക്ക് നമ്മൾ എത്തുള്ളൂ. നമ്മൾ സ്ഥാനം പിടിക്കേണ്ടത് ആ കേൾവിക്കാരൻ്റെ, നമ്മൾ ശ്രോതാവെന്ന് പറയുന്ന ആ ശ്രോതാവിൻ്റെ മനസ്സിലാണ്, ഹൃദയത്തിലൊരു ലേശം ഇടം നമ്മൾ ആ 1 മണിക്കൂറിന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് നമ്മൾ വേണ്ടത്. അത് പക്ഷേ പഠിപ്പിച്ച് ഞാൻ തളർന്നു. ഒരു വഴിക്കായി അതല്ല നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് റേഡിയോയിലെ ജോലിക്കാർ എന്നുള്ളതിന് പകരം ആർട്ടിസ്റ്റുകൾ എന്നൊരു വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. കലാകാരന്മാരാണ്. റേഡിയോയിലെ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ എൻ്റെ പഴയ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എങ്കിലും ഒരു പുറത്തു നിന്നുള്ള ആളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പിന്തുണ സാറിന് കിട്ടാതെ വന്നിട്ടുണ്ടോ? എപ്പോഴും നമ്മുടെ പ്രക്ഷേപണം നിന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ? മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാനതിന് സമ്മതിക്കുമായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ കർശന ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അത് ഇന്നത് തന്നെ ചെയ്താൽ മതി എന്ന രൂപത്തിലേക്ക് പറയുന്ന ആളായിരുന്നു. അതിന് ശേഷം നമ്മുടെ ടെറസ്ട്രിയൽ റേഡിയോ നിന്നതിന് ശേഷം നമ്മുടെ പഴയകാല സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സാറിന് ഏതരത്തിൽ പിന്തുണ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഐ റിസർവ് മൈ കമൻറ്റ്സ്. ഇത്രേ പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ മലയാള ഭാഷയെ ദ്രോഹിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അപ്പോഴല്ലല്ലോ, പിന്നീടാണല്ലോ. ഇപ്പോൾ പ്രവാസി ഭാരതി റേഡിയോ സംബന്ധിച്ചോ, പ്രവാസി ഭാരതി കൊണ്ടുവന്നൊരു സാങ്കേതികത്വത്തെ സംബന്ധിച്ചോ ഇപ്പോഴും പലരും അംഗീകരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് വേൾഡ്സ് ഫസ്റ്റ് മലയാളം ഡിജിറ്റൽ റേഡിയോ എന്നടിച്ചാൽ അതിൽ വരുന്നത് പ്രവാസി ഭാരതി ആയിരിക്കും. ദ ഫൗണ്ടർ ഓഫ് വേൾഡ്സ് ഫസ്റ്റ് മലയാളം ഡിജിറ്റൽ റേഡിയോ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ വരുന്നത് ചന്ദ്രസേനായിരിക്കും. ചിലപ്പോൾ എൻ്റെ മരണശേഷമേ അത് അംഗീകരിക്കപ്പെട്ടുള്ളായിരിക്കാം. അതിൽ നമുക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതിൽ യാതൊരു നമ്മളെ കർമ്മം നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. പ്രവാസി ഭാരതി കടന്നു വന്ന വഴികളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാസി ഭാരതി തുടങ്ങിയത് എങ്ങനെയായിരുന്നു, എവിടെയാണ് അതിന് ആദ്യത്തെ ബ്ലോക്ക് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് പ്രവാസി ഭാരതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രവാസി ഭാരതിയുടെ ആശയം എന്തായിരുന്നു, അതിൻ്റെ ഭാഷ എന്തായിരുന്നു, അതിൻ്റെ അവതാരകർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ വിശദമായി കേട്ടു. ഇനി തീർച്ചയായിട്ടും ഇത് രണ്ടും മാത്രമല്ലല്ലോ, ഒരു മാർക്കറ്റിംഗ് സൈഡുണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, അങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ളതും മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാറുണ്ട്. പക്ഷെ അത് ഈ എപ്പിസോഡിൽ തീരില്ല. ഒരുപാട് പറയാനുണ്ട്. അതെ, ഞാൻ കുറെ കൂടുതൽ സംസാരിക്കുന്ന ആളുമാണ്. ഞാൻ നല്ല പ്രേക്ഷകനുമാണ്, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി കാണാം. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.